ചോറിന് കൂടെയും ചപ്പാത്തിനും കൂടെയും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ദാൽ പാലക്ക് ഇതേ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ദാലൊന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തതിന് ശേഷം കുക്കറിൽ നല്ലപോലെ ഒന്ന് വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് കുറച്ച് ചെറിയ ജീരകവും വറ്റൽമുളകൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക്കും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി നല്ല വഴന്ന് വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും തക്കാളിയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വഴറ്റിയിട്ടെടുക്കണം. അതിന് ശേഷം നമ്മൾ നല്ലപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള പാലക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യും മല്ലിയിലയും കൂടി ചേർത്താൽ സാധനം റെഡി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പികൾക്കായിട്ട് ഹോം റെസിപ്പീസ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ.